ന്യൂസിലേക്ക് സ്വാഗതം. മാർക്കസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഈശോയുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈശോയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല പല വസ്തുക്കളാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന എവിഡൻസസുമാണ് ഇന്നത്തെ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ കാണുന്നത് ഇതാണ് ഇത് ഈശോയുടെ സൃഷ്ടികളിൽപ്പെട്ട ഒന്നാണ്. അതാണ് പൂമ്പാറ്റ. ഈശോയുടെ സൃഷ്ടികളിൽപ്പെട്ട ഒന്നാണ്. അതാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അടുത്തത് ബൈബിൾ തന്നെയാണ്. കാരണം ഈശോയെ വിശ്വസിച്ചവരും ഈശോയുടെ ശിഷ്യന്മാരും അവരെല്ലാവരും കൂടെ പല പല ലോകത്തിലേക്ക് പോവുകയും പല സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെ എല്ലാവരും കൂടെ എഴുതിയിട്ടാണ് സുവിശേഷം, അതായത് ബൈബിൾ. അടുത്തത് ഇത് നമ്മുടെ പീലാത്തോസിന്റെ കിരീടമാണ്. ഇത് നമുക്ക് കിട്ടിയതാണ് പീലാത്തോസിന്റെ കിരീടം. അടുത്തത് ഈശോയെ നമ്മൾ കുറിച്ചിട്ടിറങ്ങുന്ന സമയത്ത് ചാട്ടവാറാണ്. ചാട്ടവാർ നമ്മൾ കണ്ടുപിടിച്ചു. ഈശോയെ ആഞ്ഞടിക്കുകയും അതിൽ ഉപയോഗിച്ച ചാട്ടവാറാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ഈശോ ധരിച്ചിരുന്ന മേലങ്കയാണ്. ഈശോയുടെ ചുറ്റും ഉണ്ടായിരുന്ന ഒരു റെഡ് ഷോള്, അതാണ് ഈശോയുടെ മേലങ്കയാണ്. അതല്ലാതെ ഇത് വേറെ ഈശോയുടെ മുഖം തുടച്ചതിൻ്റെയാണ്. പീഡാനുഭവത്തിന് സമയത്ത് മുഖം തുടച്ചതിൻ്റെയാണ്. അതുകൂടാതെ ഇത് ഈശോയെ കുരിശിൽ സമയത്ത് ഉടുപ്പിച്ച മുണ്ടാണ്. അതാണിത്. പിന്നെ ഇത് നമ്മുടെ മഗ്ദല മറിയം ഈശോയുടെ കാലുകൾ തൈലം കൊണ്ട് പൂശുകയും തുഴയ്ക്കുകയും ചെയ്തപ്പോൾ മഗ്ദല മറിയത്തിന്റെ തുണിയുടെ പീസാണ് ഇത്. 3 രാജാക്കന്മാർ ഈശോയെ കാണാൻ വന്ന സമയത്ത് അവിടെ ഓരോ മീറയും കുഞ്ഞും മറ്റേ കുന്തിരിക്കോ അതെല്ലാം പൊതിനയുടെ കവറുകളാണ് ഇതെല്ലാം. ഇത് ഈശോ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ വടിയും സഞ്ചിയും ഒന്നും കരുതണ്ട. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന അവർ ആ സമയത്ത് കയ്യിൽ കൊണ്ടിരുന്ന സഞ്ചിയാണ്. അതുകൂടാതെ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ട് ഈശോ സിനഗോഗുകളിൽ പ്രസംഗിക്കാൻ ഉപയോഗിച്ച പുസ്തകങ്ങളാണിത്. അടുത്തത് ഇത് നമ്മുടെ ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് നീര് കലർന്ന വെള്ളം കൊടുക്കാനായി അവിടുത്തെ പല ആളുകൾ ഉപയോഗിച്ചിരുന്ന സ്പോഞ്ചാണ്. അതുമല്ലാതെ ഇത് നമ്മുടെ കിണറാണ്. നമ്മുടെ സമരിയാക്കാരുടെ കിണറിനകത്ത് നിന്നുള്ള വെള്ളവുമാണ് ശേഖരിച്ചിരിക്കുന്നത്. അടുത്തത് ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധത്തിൽ ദാവീദ് ഉപയോഗിച്ച കല്ലാണ് ഒരെണ്ണം. പിന്നെ ബാക്കി മിച്ചം വന്നിരിക്കുന്ന കല്ലുകളെ നമ്മളെ സാത്താനാണെങ്കിൽ ഈശോയെ മരുഭൂമിയിലേക്ക് പരീക്ഷിച്ചപ്പോൾ കല്ലുകൾ അപ്പം മാത്രം പറഞ്ഞ ആ കല്ലുകളാണിത്. പിന്നെ ഇത് മോശ 10 പ്രമാണങ്ങൾ മോശയ്ക്ക് നൽകിയത് മോശ വലിച്ചെറിഞ്ഞായിരുന്നു. അത് ഒടിഞ്ഞ് കുറെ പീസുകളായിരുന്നു. അതുണ്ട്. പിന്നെ ഈശോ മലമുകളിൽ പ്രസംഗിച്ചായിരുന്നു. ആ പ്രസംഗിച്ചപ്പോഴത്തേക്കും ഈശോ ഇരുന്ന പാറയുടെ ഇതാണ്. പിന്നെ പാറമേൽ വീട് പണിതേണ്ടതുകൊണ്ട് അതിന്റെ പ്രതീകമാണ്, അതിന്റെ കല്ലുകൾ ഉള്ളത്. അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജെറുസലേമിലെ മണ്ണാണ്. അതുകൂടാതെ മറ്റേ പാപിനിയായ സ്ത്രീയെ താഴെ വന്നിട്ട് താഴെ ഇരുന്നിട്ട് ഈശോ എഴുതിയതുകൊണ്ട് തറ എഴുതി അതിന്റെ മണ്ണാണ്. അടുത്തത് അഹറോന്റെ വടിയാണ്. അഹറോന്റെ വടി കൂടാതെ ഈശോ മോശ കടലിനെ 2ആയി പിളർത്തിയ വടിയാണിത്. അടുത്തത് നമ്മുടെ ഈശോയെ നീല കലർന്ന വെള്ളം കൊടുക്കാൻ പറ്റി ഉപയോഗിച്ചല്ലോ, ആ ഉപയോഗിച്ച വടിയുമാണ്. പിന്നെ അതല്ലാതെ ഈശോയെ കുന്തം കൊണ്ട് കുത്തിയായിരുന്നു കുരിശിൽ കിടന്ന സമയത്ത് രക്തവും വെള്ളവും കൂടെ വന്നപ്പോൾ കുന്തം കൊണ്ട് കുത്തി ആക്കുവാണിത്. അതെല്ലാം. പിന്നെ ഇത് ഈശോയുടെ ചെരുപ്പുകളാണ്. ഈശോയുടെ ചെരുപ്പുകൾ കിട്ടിയ ചെരുപ്പുകൾ. അതുകൂടാതെ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പല പല പ്രാർത്ഥന പുസ്തകങ്ങളും ചെറുകുകൾ ഉപയോഗിച്ച അതേ പുസ്തകങ്ങളും ഒക്കെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ സുവിശേഷം എഴുതാൻ വേണ്ടി സ്ത്രീമാരും ഓരോ പ്രവാചകന്മാരും അവരെല്ലാവരും കൂടെ ഉപയോഗിച്ച എഴുതുന്ന ഉപയോഗമാണ്. പിന്നെ അതുകൂടാതെ വേറെ കുറെ ആർട്ടിക്കിൾസ് ഉണ്ട്. സഖ്യബൂസിന്റെ മരത്തിൽ നിന്നുള്ള ഇലയാണിത്. സഖ്യബൂസിന്റെ മരത്തിൽ നിന്നുള്ള. പിന്നെ ഇത് ഈശോയുടെ മോതിരമാണ്. ഈശോ ഉപയോഗിച്ച മോതിരം. പിന്നെ ഇത് ഈശോയുടെ മുൾക്കിരീടത്തിലെ ഒരു മുള്ളാണ്. പിന്നെ ഇത് ഈശോയെ തറച്ച ആണിയാണ്. ഈശോയെ തറച്ച ആണി. പിന്നെ ഇത് മറ്റേ ഭണ്ഡാരത്തിൽ സ്ത്രീ നിക്ഷേപിച്ചതിന്റെ ആ ഭണ്ഡാരത്തിൽ ഉറങ്ങി താഴെ വീണതാണ്. പിന്നെ ഇത് സ്വർണ്ണമാണ്. നമ്മുടെ 3 രാജാക്കന്മാർ വന്നപ്പോൾ ഈ സ്വർണം ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്ന ആ സ്വർണ്ണം കൂടെയാണ്. പിന്നെ ഇത് കാനാന്റെ കല്യാണത്തില് മറ്റേ വീഞ്ഞാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് കൊട്ടയായിരുന്നു. ഇത് വീഞ്ഞ വീട്ടിൽ വയ്ക്കാൻ വേണ്ടി കൊട്ടയായിരുന്നു. പിന്നെ ഇത് 10 പ്രമാണങ്ങൾ ശരിക്കും നൽകിയപ്പോൾ അതിന്റെ ഒരു ഭാഗമാണ് ആ ഒരു ഇതിന്റെ
ഓശാന ഓലയാണ്. ഈശോ വരുന്ന സമയത്ത് ഓശാനയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഓലയാണ്. പിന്നെ അടുത്തത് ഇത് മഗ്ദലമറിയത്തിന്റെ മുടിയാണ്. മഗ്ദലമറിയം ഈശോയുടെ കാലുകൾ തൈലം പൂശുകയും തൂക്കുകയും ചെയ്യുന്ന മുടിയാണ്. അതുപോലെ അടുത്തത് ഇത് ഈശോയുടെ മുൾക്കിരീടമാണ്. മുൾക്കിരീടം നമുക്ക് വിട്ടിരിക്കുന്നതാണ്. ഇത് ജോർദാൻ നദിയിലെ വെള്ളമാണ്. മഗ്ദലമറിയം ഉപയോഗിച്ചിരുന്ന തൈലവുമാണ്. സ്ഥാനത്തിൽ ഉപയോഗിച്ചിരുന്ന വെള്ളവുമാണ്. അടുത്തത് ഇതാണെങ്കിൽ മറ്റേ കുഷ്ഠരോഗിയെ കിടത്തിയ കത്തിലാണ്. കുഷ്ഠരോഗിയെ കിടത്തിയ കത്തിലുമാണ്. ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് മ്യൂസിയത്തിൽ നമ്മൾ പ്രദർശിപ്പിക്കാനുള്ളത്. ഇതെല്ലാം നമ്മൾ കിട്ടിയതാണ്. അപ്പം ഇനി കൂടുതൽ കിട്ടാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും നന്ദി. മാർക്കറ്റ് മ്യൂസിയം ഇതോടെ നിൽക്കുന്നത്. നന്ദി, നമസ്കാരം.